ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ റെസിപ്പി നമ്മൾ പഴം വെച്ചിട്ട് ചെയ്തെടുക്കുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണ് കേട്ടോ. എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, നല്ല ടേസ്റ്റുമാണ്, വളരെ പെട്ടെന്ന് ആവും ചെയ്യും കേട്ടോ. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അധികം ഓയിലും കാര്യങ്ങളൊന്നും ഇല്ലാണ്ടാണ് ഇത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 2 നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. ഒരു മീഡിയം പഴുത്ത പഴം അത്രയാണ് എടുത്തിട്ടുള്ളത്. ഇത് തൊലി കളഞ്ഞ് നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കണം കേട്ടോ. അപ്പോൾ 2 ഞാൻ ഇതുപോലെ ഒന്ന് തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പോളക്കൊക്കെ കട്ട് ചെയ്യുന്ന ആ ഒരു വലിപ്പത്തിലൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിതാ ഇതുപോലെ അങ്ങ് ഒന്ന് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. നേന്ത്രപ്പഴം നമ്മളെ വീട്ടിൽ ഒരെണ്ണം ഉള്ളെങ്കിലും ഇത് ചെയ്തെടുക്കുക. വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും. കുട്ടികൾക്കൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ കൊടുക്കാനും പറ്റും കേട്ടോ. അപ്പോൾ ഞാനിതാ മൊത്തത്തിൽ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കട്ടെ. അങ്ങനെ ഞാനിതാ ഇവിടെ മൊത്തത്തിൽ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് റെഡിയാക്കിയിട്ട് എടുക്കണം. അതിനായിട്ട് ഒരു പാൻ ചൂടാൻ വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നെയ്യിൽ ചെയ്യുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിലും ചെയ്തിട്ടെടുക്കാം. ഇനി ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ നിറയെ അണ്ടിപ്പരിപ്പ് കട്ട് ചെയ്തിട്ടുള്ളതാണ്. കട്ട് ചെയ്തിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. പിന്നെ പഴം കൂടെ ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് മുന്തിരി വേണമെന്നുണ്ടെങ്കിൽ മുന്തിരി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി എല്ലാം കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ഏകദേശം ഒന്ന് മിക്സായി വരുന്ന സമയത്ത് നമുക്ക് ഇതിലോട്ടൊരു 2.5 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാവുന്നതാണ്. പഴത്തിൻ്റെ മധുരത്തിനനുസരിച്ച് പഞ്ചസാരയുടെ അളവിൽ മാറ്റം വന്നേക്കാം. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം മധുരം വേണോ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒരുപാട് മധുരം കൂടിപ്പോവേണ്ട. ഇനി ഇതിലോട്ട് ഒരു പിടി തേങ്ങ ചിരകിയത് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇനി അതിലോട്ട് വേറെ ഒന്നും ചേർക്കുന്നൊന്നുമില്ല. ഇതും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മസാല റെഡിയായി കിട്ടുന്നതാണ്. അപ്പോൾ പഴം വെച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ടേസ്റ്റി റെസിപ്പിയാണ് കേട്ടോ. നിങ്ങളെല്ലാവരും ഒരിക്കലെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ എല്ലാം കൂടെ ഞാൻ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അടുത്തതായിട്ട് നമുക്കൊരു ബൗൾ എടുക്കാം. ഇതിലോട്ട് നമുക്ക് 1 ഗ്ലാസ് മൈദ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് മൈദയും ഗോതമ്പൊടിയും വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർക്കാം കേട്ടോ. ഇനി ഇതിലോട്ട് ഒരു 2-3 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ദോശയായിട്ട് ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിലോട്ടുള്ള ആ ഒരു മധുരം മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു നുള്ളു ഉപ്പ് കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ആദ്യം ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. നിങ്ങൾക്കിത് മിക്സിയുടെ ജാറിൽ വേണമെന്നുണ്ടെങ്കിലും ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊരു ലൂസായിട്ടുള്ള ഒരു ബാറ്ററായിട്ട് റെഡിയാക്കി എടുക്കാം. ഒരുപാട് ലൂസായിട്ടും പോകണ്ട, ഒരുപാട് തിക്കായിട്ടും പോകരുത് കേട്ടോ. നമുക്ക് ദോശ തിന്നായിട്ട് ചുട്ടെടുക്കാനുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇതൊന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ഇത് ഓരോന്നായി ചുട്ടെടുക്കാവുന്നതാണ്. അപ്പോൾ വളരെ നൈസായിട്ട് ഓരോ തവി മാവ് ഒഴിച്ച് ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. ചുട്ടെടുക്കുന്നതൊന്നും ഞാൻ പിന്നെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇനി നമുക്ക് ഇതിൽ നിന്ന് 1-2 ടീസ്പൂൺ നമ്മൾ മസാല വെച്ചിട്ട് നമ്മൾ ഏലാഞ്ചിയൊക്കെ റോൾ ചെയ്യുന്ന പോലെ തന്നെ ഇതൊന്ന് റോൾ ചെയ്തിട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പരുവത്തിൽ ഇത് റെഡിയാക്കിയിട്ട് എടുക്കാമല്ലോ. ഏത് ഷേപ്പിലും റെഡിയാക്കിയിട്ട് എടുക്കുക. ഞാനിവിടെ ആദ്യം 2 ഭാഗം കൂടെ ഒന്ന് ഇതുപോലെ ഒന്ന് മടക്കിയതിന് ശേഷം പിന്നെ ആ ഓരോ ഭാഗം എടുത്തിട്ട് അങ്ങ് റോൾ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതുപോലെയാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. വളരെ സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റും. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ എല്ലാവരും പഴം വെച്ചിട്ട് ഒരിക്കലെങ്കിലും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും. ബൈ.